മധുരമൊഴിയിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ആ വാക്കിൽ തന്നെയുണ്ട് മധുരം. മധുരമെന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ നാവിൽ വെള്ളം വന്നു തുടങ്ങും. ജിലേബിയോ ലഡുവോ അല്ലെങ്കിൽ ഒരല്പം തേനെന്നൊക്കെ പറയുമ്പോഴേ നമ്മുടെ നാവിൽ ഒരല്പം വെള്ളം ഊറിക്കഴിഞ്ഞു. അപ്പോൾ മധുരകരമായൊരു ജീവിതമെന്ന് പറയുമ്പോഴോ ഹൃദയത്തിൽ എന്നും തേനൂറുന്ന അനുഭവം. ഇതാണ് നമ്മുടെ ചെറിയ ലക്ഷ്യം. ഏഞ്ചൽസ് ആർമി കൂട്ടായ്മ കുടുംബങ്ങൾക്കായി തരുന്ന ഒരു വലിയ സമ്മാനം, മധുരമൊഴി. ഇതിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതങ്ങൾ, നമ്മുടെ കുടുംബം, പ്രത്യേകിച്ച് നമ്മുടെ മക്കൾ, മാതാപിതാക്കളെല്ലാം ഈ മധുരകരമായൊരു ജീവിതത്തിലേക്ക് നടന്നുകൊണ്ടേയിരിക്കുന്നു. ഏറ്റവും വലിയ മാധുര്യവാനായിട്ട് ഈ ഭൂമിയിൽ വന്ന് കടന്നുപോയ കർത്താവിൻ്റെ വഴിയെ നടന്ന് നമ്മുടെ ജീവിതങ്ങളും ഒരല്പം കൂടി മാധുര്യമുള്ളതാക്കി മാറ്റുവാനുള്ള ചെറിയ ശ്രമങ്ങൾ. മധുരമൊഴിയിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ബഹുമാനപ്പെട്ട ജോർജ് ഗ്ലോറിയ ചേട്ടനാണ്. ജോർജ് ചേട്ടൻ ആത്മീയ മേഖലയിലെ അൽമായ സമ്പത്തിൽ ഏറ്റവും ശക്തനായ പ്രതിനിധിയുമാണ്. ജോർജ് ചേട്ടനെ സ്നേഹപൂർവ്വം മധുരമൊഴിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മോടൊപ്പം ഇന്നുള്ളത് ബഹുമാനപ്പെട്ട ഡോക്ടർ ചെറിയാനാണ്. കോഴിക്കോടുകാരനായ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യ മഞ്ജുശേച്ചിയുമാണ്. രണ്ടുപേരെയും സ്നേഹപൂർവ്വം മധുരമൊഴിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് മധുരമൊഴിയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ചെറിയൊരു വിഷയം ആരോടും ബഹുമാനമില്ല എന്നൊരവസ്ഥയാണ്. ഇതൊരു കാലഘട്ടത്തിന് തന്നെ ഒരു വലിയ പ്രശ്നമെന്ന് തന്നെ നമ്മൾ ഉന്നയിക്കേണ്ടി വരും. കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആരോട് ബഹുമാനമില്ല എന്നുള്ളത് കുടുംബത്തിൽ വലിയൊരു പരാതിയാണ്. സ്കൂളിൽ നമ്മുടെ മാതാപിതാക്കൾ എന്ന് സ്കൂളിൽ ചെന്നാലും ടീച്ചേഴ്സ് പറയുന്ന ഏറ്റവും വലിയ പരാതികളൊന്നും ഈ കുഞ്ഞുങ്ങൾ നമ്മളെ ബഹുമാനിക്കുന്നുള്ളതാണ്. പള്ളിയിലുള്ള അച്ഛന്മാർ, ഞാനുൾപ്പെടെയുള്ള അച്ഛന്മാർക്ക് കിട്ടുന്ന അച്ഛന്മാരുടെ മനസ്സിലുള്ളൊരു വിഷമമാണ് ഈ കാലഘട്ടത്തിൽ ആരും പരസ്പരം ഒരു കുഞ്ഞുങ്ങളൊന്നും എഴുന്നേറ്റ് നിന്ന് ബഹുമാനിക്കുക. പണ്ടൊക്കെ ആണെങ്കിൽ ഒരു വീട്ടിൻ്റെ അപ്പൻ ജോലി കഴിഞ്ഞ് കയറി വരുമ്പോഴത്തേക്ക് മക്കളെല്ലാം എവിടെയാണെങ്കിലും ടി വി കാണുകയാണെങ്കിലോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ പോലും ചാടി എഴുന്നേറ്റ് ബഹുമാനിക്കും. അല്ലെങ്കിൽ എനിക്ക് തന്നെ വ്യക്തിപരമായിട്ട് ഇടയ്ക്ക് വിഷമം തോന്നിയ അനുഭവമുണ്ട്. ചില വീടുകളിലേക്ക് കടന്നു ചെല്ലുമ്പോഴത്തേക്ക് ചില ആവശ്യങ്ങൾ ചെല്ലുമ്പോൾ പിള്ളേർ ടി വി കണ്ടുകൊണ്ടിരിക്കുമായിരിക്കും. അവർ നമ്മൾ ലോവയിലാണെങ്കിൽ പോലും എഴുന്നേറ്റ് നിന്ന് ഒരു സ്തുതി തരണ്ട, എഴുന്നേറ്റ് നിന്നൊരു വിഷ് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ പോലും കാണിക്കുന്നില്ല. എനിക്ക് തോന്നുന്നു ഈ ഒരു കാലഘട്ടത്തിലെ മീഡിയയുടെ ഇൻഫ്ലുവൻസ് ഒക്കെ ഒത്തിരി ശക്തമായിട്ട് ഇക്കാര്യങ്ങളിലുണ്ട്. കാരണം നായകന്മാരെയൊക്കെ എപ്പോഴും കാണിക്കുന്ന ഒരു നെഗറ്റീവ് ഹീറോയിസമുള്ള, അല്ലെങ്കിൽ കുറച്ച് തൻ്റെ ഇടം കാണിക്കുന്ന, അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ഒരു പൊതുവായ ഘടനയിൽ നിന്ന് മാറി നിന്ന് എന്തൊക്കെ കാണിക്കുന്നവർ, ഒരു ജാട സംസ്കാരം എന്നൊക്കെ പറയാവുന്നത് പോലെ അവരാണ് ശക്തന്മാരെന്ന്. ക്ലാസ്സിലാണെങ്കിൽ ടീച്ചേഴ്സിനോട് എതിര് പറയുന്നവരോടാണ് പെൺകുട്ടികൾക്കൊക്കെ ഒരു ആരാധന. അല്ലെങ്കിൽ ഒരല്പം ഷാബിയായിട്ടൊക്കെ ഡ്രസ്സൊക്കെ ധരിച്ച് ഒരല്പം മോസ്റ്റ് മോഡേൺ ആക്കി നമ്മൾ പറയുന്ന ആ ഒരു അവസ്ഥയിലൊക്കെ വരുന്നവരോട് പ്രത്യേക ആരാധന. അല്ലെങ്കിൽ സിനിമയിൽ അതുപോലെ ഡയലോഗ് അടിക്കുന്നവരോട് പ്രത്യേക ഇഷ്ടം. അങ്ങനെയൊക്കെ വരുമ്പോൾ മൊത്തത്തിൽ ഒരു ബഹുമാനക്കുറവ് നമുക്ക് എല്ലാവർക്കും ഫീൽ ചെയ്യുന്നൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ റെലവൻറ്റ് ഇഷ്യൂ നമ്മുടെ ഈ ഒരു ആഴ്ചയിലെ അല്ലെങ്കിൽ ഈ ഒരു എപ്പിസോഡിലെ ചർച്ചയ്ക്ക് വേണ്ടി നമ്മൾ വിധേയമാക്കുന്നത്. പണ്ട് കാലങ്ങളിലൊക്കെ, പ്രത്യേകിച്ച് കുട്ടനാടൻ ഗ്രാമങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, വീട്ടിൽ ഒത്തിരിയേറെ ബഹുമാനിക്കപ്പെടുന്ന അവസ്ഥകളുണ്ടായിരുന്നു. വീട്ടിൽ ഒത്തിരി പേരുള്ളൊരു വീട്ടിൽ വലിയൊരു ഊട്ടുമേശയാണെങ്കിൽ ഊട്ടുമേശയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കസേര ദൈവത്തിന് വേണ്ടി ഒഴിച്ചിടുക എന്നുള്ളത് ഒരു ഓർഡറുണ്ട്. കൃത്യമായിട്ട് ദൈവത്തിന് വേണ്ടി ഒഴിച്ചിടുന്നു. രണ്ടാമത്തെ ഭാഗം ഒഴിച്ചിടുന്നത് അപ്പന് വേണ്ടി. അപ്പൻ്റെ കസേരയിൽ ഒരു കുഞ്ഞു പോലും കയറിയിരിക്കാൻ സമ്മതിക്കത്തില്ല. അല്ലെങ്കിൽ വീട്ടിൽ ഒരു മീൻ മേടിച്ച് കഴിഞ്ഞാൽ, വല്യമ്മച്ചയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, വീട്ടിൽ ഒരു മീൻ മേടിച്ച് കഴിഞ്ഞാൽ ഏറ്റവും നല്ല കഷ്ണം അപ്പന് വേണ്ടി മാറ്റി വയ്ക്കും. അപ്പന് ഉപയോഗിക്കുന്ന തോർത്ത്, ടർക്കി, അപ്പം കിടക്കുന്ന കട്ടിൽ, ഇതെല്ലാം സംപൂജ്യമായ കാര്യങ്ങളായിട്ട് ഒരു കാലഘട്ടം എപ്പോഴും കരുതിയിരുന്നു. അല്ലെങ്കിൽ നമ്മൾ സ്തുതി കൊടുക്കുന്നതോ ഏറ്റവും മനോഹരമായിട്ട് നമ്മൾ കുടുംബങ്ങളിൽ ബഹുമാനം എക്സ്പ്രസ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ കുരിശുവരയൊക്കെയാണ്. കുരിശുവര കഴിഞ്ഞ് ആദ്യം നമ്മൾ രൂപത്തിങ്കിൽ പോയി പ്രാർത്ഥിച്ച്, അതിനുശേഷം വീട്ടിൽ ഏറ്റവും മൂത്താക്ക് വല്യപ്പച്ചൻ അതുവഴി ഓർഡർ. ഞാനൊക്കെ കുഞ്ഞിലെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. വീട്ടിൽ ഏറ്റവും ഇളയ ഞാനായിരുന്നു. അതുകൊണ്ട് എനിക്ക് ആരും സ്തുതി തരാനില്ല. എൻ്റെ പെങ്ങളുടെ കല്യാണത്തിന് പോലും എനിക്ക് സ്തുതി തന്നില്ല. കാരണം മൂത്തവർക്കല്ലേ സ്തുതിയുള്ളൂ. എനിക്ക് അവസാനം അവളുടെ തട്ട് ഒരു ഉമ്മയും തന്നു. കാരണം ഇതൊരു ബഹുമാനത്തിൻ്റെ ഒരു കൾച്ചർ ക്രിസ്തീയ കുടുംബങ്ങളുടെ ഏറ്റവും വലിയൊരു മാതൃകയായിരുന്നു. ബഹുമാനത്തിൻ്റെ കൾച്ചർ നമ്മൾ പതുക്കെ ഡെവലപ്പ് ചെയ്തു തന്നു. പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും പരസ്പരം പറയുന്നു, ആരും ബഹുമാനിക്കുന്നില്ല. മനോഹരമായൊരു ആംഗലേയ സാഹിത്യത്തിൽ പ്രയോഗമുണ്ടല്ലോ, ഗീവ് റെസ്പെക്റ്റ് ആൻഡ് ടേക്ക് ഓർ ഗെറ്റ് റെസ്പെക്റ്റ്.
നമ്മൾ ഈ ഒരു ദിവസം ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് നമ്മൾ വളരെ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഈ ഒരു സമയത്ത് ചർച്ച ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ ജോർജ് ചേട്ടാ, ഈ ഒരു മേഖലയിലുള്ള അനുഭവവും ഈ ഒരു പ്രത്യേക ഒരു അവസ്ഥയ്ക്കുള്ള ഒരു ഉത്തരം എന്ന രീതിയിൽ സംസാരിക്കാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നു അച്ഛൻ പറഞ്ഞത് വളരെ ശരിയാണ്. ഇപ്പോൾ ഇന്നത്തെ ചെറുപ്പക്കാരാണെങ്കിലും അതുപോലെയുള്ള ഇപ്പോഴത്തെ ഒരു തലമുറ തന്നെ ഈ പറഞ്ഞതുപോലെ ബഹുമാനിക്കുക എന്നുള്ളതൊരു അപമാനമായി കണക്കിലെടുക്കുന്ന ഒരവസ്ഥ നിലവിലുണ്ട്. പെട്ടെന്ന് നമ്മൾ പറഞ്ഞാൽ ഇന്നത്തെ ഈ തലമുറയെ കയറി അങ്ങ് കുറ്റം പറയുന്നത് എനിക്ക് തോന്നുന്നു ഇതിനു മുമ്പ് 1 or 2 തലമുറകളുടെ വഴിതെറ്റലുണ്ട് ഇതിനകത്ത്. ഓക്കെ, അത് ക്രമേണയാണത് ഇന്നത്തെ അവസ്ഥയിലേക്ക്. ഇപ്പം നമുക്ക് അസഹനീയമായ ഒരു അവസ്ഥ വന്നപ്പോഴത്തേക്കും നമ്മൾ ഇത് സഹിക്കാൻ പറ്റില്ല, ഇത് ഇഷ്യൂ ആണെന്ന് പറയുന്നത്. പക്ഷേ ഈ ഇഷ്യൂ തുടങ്ങുന്നത് ഇവിടെയല്ല. സാംക്രമിക രോഗം പോലെയാണ്. ഇത് പതുക്കെ അത് വർദ്ധിച്ച് വരിക ഓരോ പ്രശ്നം കഴിയുമ്പോഴും. ഒരുപക്ഷെ ഇപ്പോൾ എൻ്റെ തലമുറ, അതിനു മുമ്പിലത്തെ തലമുറ, എൻ്റെ തലമുറയുണ്ട്, എൻ്റെ മക്കളുടെ തലമുറയുണ്ട്, അവരുടെ മക്കളുടെ തലമുറയുണ്ട്. ഒരുപക്ഷെ എൻ്റെ തലമുറയ്ക്ക് മുമ്പുള്ള തലമുറയിൽ തന്നെ വീടുകളിൽ, വേറെ എങ്ങുമല്ല, വീടുകളിൽ ബഹുമാനം കൊടുക്കേണ്ടവർക്ക് കൊടുക്കാൻ ആ അവസ്ഥ കാണാതെ വരുമ്പം ഞാനത് കണ്ടുപഠിക്കും. ഞാൻ അതിനേക്കാൾ അല്പം കൂടി മോശമായി. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മുമ്പിലത്തെ തലമുറയിലുള്ളവർ വല്യപ്പന്മാരെയും വല്യമ്മമാരെയും വേണ്ട പോലെ പരിഗണിക്കുന്നില്ലെങ്കിൽ, വേണ്ട പോലെ അർഹിക്കുന്ന ബഹുമാനം കൊടുക്കുന്നില്ല. അപ്പനെയൊക്കെ ബഹുമാനിക്കുന്നുണ്ടാകും, കാരണം അപ്പനാണ് കാര്യക്കാരൻ, പുള്ളിയെ നോക്കി നിന്നാലേ നടക്കുള്ളൂ. അപ്പോൾ ആ ഒരു കച്ചവട മനോഭാവത്തിലേക്ക് വരികയാണ്. കാര്യമുള്ള പുള്ളിയാണ്, അതുകൊണ്ട് അങ്ങേരെ ബഹുമാനിക്കുന്നത്. പക്ഷേ വല്യപ്പൻ ഉണക്കക്കുള്ളിയായി ആ ഒരു ഇതിലേക്ക് ക്രമേണ തള്ളുന്നു. ഇതൊക്കെ അക്ഷരാർത്ഥത്തിൽ ചെയ്യണമെന്നില്ല, പക്ഷേ അവഗണിക്കപ്പെടുന്നു. പക്ഷേ ഇത് പിള്ളേർ വളരെ പെട്ടെന്ന് നോട്ട് ചെയ്യും. വല്യപ്പൻ യൂസ്ലെസ്, നമ്മളത്രയും കരുതിക്കാണ് ചില, പക്ഷേ പിള്ളേർ ഇത്രയും വരെ എത്തി യൂസ്ലെസ്. ഓക്കെ, ഈ പിള്ളേരെന്ത് പറയുന്നറിയാം, അപ്പൻ യൂസ്ലെസ് എന്ന് പറയാൻ തുടങ്ങും. മറ്റേത് വല്യപ്പൻ യൂസ്ലെസ് ആണെന്ന് പറഞ്ഞെങ്കിൽ ഇവിടെ അപ്പൻ യൂസ്ലെസ് എന്ന് പറയാൻ ഇതിങ്ങനെ ആവർത്തിക്കപ്പെടുക. അടുത്തൊരു സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ എന്ന് വെച്ചാൽ കഴിഞ്ഞൊരു തലമുറ ഇതൊക്കെ പിള്ളേർ പഠിക്കുന്നത് എവിടെ നിന്നാന്ന് ഞാൻ പറയാം. ഇപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കി, നമ്മുടെയൊക്കെ ഈ പിള്ളേരുടെ കാര്യം വിടുക, അതിന് മുമ്പിലത്തെ തലമുറയിൽ എത്ര വീടുകളിലേക്ക് അപ്പം വന്ന് കയറുമ്പോൾ അമ്മ എഴുന്നേറ്റ് നിൽക്കും. പ്രശ്നം അവിടെ ആരംഭിക്കുക. നമ്മൾ പിള്ളേർ അധ്യാപകരെ ബഹുമാനിച്ചില്ല, പിന്നെ അവസാനം ബഹുമാനിക്കുന്ന പോലീസുകാരെ മാത്രം ബഹുമാനിക്കുന്ന ഒരവസ്ഥ, കാരണം ഇടി കൊള്ളുമല്ലോ എന്ന്. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് ബഹുമാനം മാറിപ്പോവുക. പക്ഷേ കളക്ടറെ പോലും എനിക്ക് ബഹുമാനമില്ല, ഇതൊക്കെ വരിക. പക്ഷേ ഇതൊക്കെ സംഭവിക്കുന്നത് ആദ്യം ഇവിടുന്ന്. അപ്പോൾ അമ്മ ഒരു കൊച്ചു കുട്ടിയാണെങ്കിൽ പോലും അപ്പം വരുമ്പോഴേക്കും അമ്മ എഴുന്നേൽക്കുകയോ, അമ്മ അല്ലെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും, മറ്റ് സീരിയൽ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിലും മറ്റെന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും അമ്മ ഉടനെ പെട്ടെന്ന് വളരെ ഓക്വേർഡായ പരിസ്ഥിതിയിൽ ഇരിക്കുമ്പോൾ പോലും എഴുന്നേൽക്കുന്നു പറയുമ്പോൾ കുഞ്ഞത് നോട്ട് ചെയ്യുക, എന്താ ഇപ്പോൾ ഈ പുള്ളി വരുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യണം അല്ലേ. ഇനി അമ്മ പറഞ്ഞു കൊടുക്കാനും സാധിക്കണം. അപ്പനാ വന്നിരിക്കും, നീ അവിടെ ഇരിക്കുകയാണോ, നീ എഴുന്നേറ്റ് മാറിക്കുക, അപ്പനിരിക്കട്ടെ. ഇതൊക്കെ നിസ്സാരമായ ഒരു സംഭവമല്ല. അപ്പൻ ചിലപ്പോൾ അന്നേരം പറയുമായിരിക്കും, അവനവിടെ ഇരുന്നോട്ടെ. ഇത് നമ്മളൊരു കൺസെഷൻ ചെയ്തെടുക്കുന്ന നന്മ ചെയ്യുന്നതൊക്കെ ആയിരിക്കും. പക്ഷേ ഇഷ്യൂ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഞ്ഞിന് ഈ ബഹുമാനിക്കുന്ന ആ പാഠം കിട്ടാതെ പോവുക. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമുണ്ട്, എന്നെ ബഹുമാനിക്കണമെന്ന് ആർക്കെങ്കിലും വേറൊരാളിനോട് പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ പറയാൻ പറ്റുന്ന ഒരേ ഒരാളേ ഉള്ളൂ, അമ്മ. അമ്മയ്ക്ക് കുഞ്ഞിനോട് പറയാം, ഞാൻ അമ്മയാണ്, നീ എന്നെ ബഹുമാനിക്കണം. ഇനി ബാക്കി എല്ലാവരെയും ബഹുമാനിക്കാൻ പഠിപ്പിക്കേണ്ടതും ഇതേ അമ്മ തന്നെയാണ്. ഇത് പറഞ്ഞാൽ മാത്രം പോരാ, പ്രവൃത്തിയിലൂടെ. അപ്പോൾ ആ അമ്മ ആ വീട്ടിലെ വല്യമ്മയോ വല്യപ്പനോ അമ്മായിപ്പനോ അമ്മായിയമ്മയോ ഒക്കെ ആവാം, അവരെ ബഹുമാനിക്കുന്നത്, അങ്ങനെ വരുന്നത്. അവരുടെ മുമ്പിൽ സംസാരിക്കുമ്പോൾ ഈ എഴുന്നേക്കലും നിൽക്കലും മാത്രമൊന്നുമല്ല, സംസാരിക്കുമ്പോൾ ചിലപ്പം അവർ ഒരു വാക്കുകളുടെ ഉപയോഗം, ജസ്റ്റേഴ്സ്, ടോണ്, ഇതൊക്കെ നമ്മൾ പറയുന്നതിനേക്കാൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന വാക്കുകളേക്കാൾ പിള്ളേർ ശ്രദ്ധിക്കുന്നുണ്ട്. ഇത് ഇവിടുന്ന് അതങ്ങ് പഠിച്ചു പോയി. പിന്നെ വന്നു കഴിയുമ്പോൾ ഞാൻ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട്. ഞാൻ എൻ്റെ ഒരു പ്രിൻസിപ്പലിനോട് ഒരിക്കൽ, ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത്, കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത്, പ്രിൻസിപ്പലിൻ്റെ ഓഫീസിൽ പോയി ഒരു കാര്യം വളരെ എന്താ പറയുന്നത്, ഒരു ഒതുക്കവും ഇല്ലാതെ, ഇതെന്ത് വൃത്തികെട്ട കാര്യം അവിടെ നടക്കുന്നത്, ലാംഗ്വേജ് മോശമായെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ പ്രിൻസിപ്പലിനോട് പറയുമ്പോൾ അത് ഉപയോഗിക്കാൻ പാടില്ലെന്ന് സമൂഹം കൽപ്പിച്ചിരുന്ന ഒരിത്. എൻ്റെ അപ്പൻ എന്നെ പഠിപ്പിച്ചു വിട്ടിരിക്കുന്നത് അസത്യം എവിടെ കണ്ടാലും ചോദിക്കാവുന്ന. അത് ഞാൻ അപ്പനോട് ചോദിച്ചിട്ടുണ്ട്. അല്ല, ഞാനിപ്പോൾ ആ ആർഗ്യുമെൻ്റ് എടുക്കുകയല്ല, പക്ഷെ എൻ്റെ മനസ്സിൽ അന്ന് വന്ന ആ ചിന്താധാരയൊന്ന് ആലോചിച്ച് നോക്കി. എൻ്റെ അപ്പനോട് മുഖത്ത് നോക്കി ചോദിക്കാമെങ്കിൽ തീർച്ചയായിട്ടും പ്രിൻസിപ്പലിനോടും ചോദിക്കാം. ഇതിപ്പം പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം, പക്ഷേ ഇവിടെ ഇപ്പം ഞാൻ അതിനെക്കുറിച്ച് പറയാം. ചേട്ടാ, എനിക്കതിനകത്ത് വേറൊരു അഭിപ്രായം പറയാനുണ്ട്.
അതായത് ഈ ഒരു കാലഘട്ടത്തിൽ കുറച്ച് സിനിമകളുടെ ഇൻഫ്ലുവൻസും ന്യൂ ജനറേഷൻ അപ്പന്മാരും അമ്മമാരൊക്കെ ജനിച്ചപ്പോഴത്തേക്ക് മക്കളെ ഡാഡി എന്നൊക്കെ വിളിക്കാനുള്ള ഒരു ഫ്രീഡം കൊടുത്തു വളർത്തുന്ന അവസ്ഥയുണ്ട്. വലിയ ദുരന്തത്തിലേക്ക് പോകുന്ന എനിക്ക് തോന്നിയിട്ടുണ്ട്. അവർ വെക്കുമ്പോൾ ഒരു സ്റ്റാറ്റസിൻ്റെ ഒക്കെ ഡാ പോട്ടടാ അപ്പൻ അപ്പം കൊച്ചു പറയുന്നത് ഓക്കേടാ. ഇപ്പം നമ്മൾ പണ്ട് വല്യപ്പന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട് എടാ അപ്പനെ അവസരപ്പെട്ടെന്ന് വിളിക്കാറായില്ലെന്നൊരു എനിക്ക് തോന്നിയിട്ടുണ്ട്. നമുക്ക് ഇതിപ്പോൾ ജോർജേട്ടൻ പറഞ്ഞത്, ജോർജേട്ടൻ എന്നാലും ഞങ്ങളെ സപ്പോർട്ട് ചെയ്തു, ഞങ്ങൾ ന്യൂ ജനറേഷൻ കുഞ്ഞുങ്ങളെ സപ്പോർട്ട് ചെയ്തു. ഞങ്ങൾ പുറകിൽ നിന്ന് നോക്കിയപ്പോൾ ഈ ഞങ്ങളുടെ തലമുറ മൊത്തത്തിൽ പ്രശ്നമല്ല, പുറകിലത്തെ തലമുറയുടെ പ്രശ്നം കൂടി ഉണ്ട് എന്ന് പറഞ്ഞതിൽ നന്ദി അർപ്പിക്കുന്നു. ഇന്ന് നമുക്ക് ഇപ്പം അപ്പന്മാരായ അമ്മമാരായിട്ടുള്ളവരോടും ചോദിക്കാം. അതായത് നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ എല്ലാവരും പറയുന്ന ഇഷ്യൂ തന്നെയാണല്ലോ ഇത്. നിങ്ങളുടെ വീട്ടിലപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ സംജാതമായിട്ടുണ്ടോ? അല്ലെങ്കിൽ മക്കൾ ബഹുമാനിക്കുന്നില്ല, അല്ലെങ്കിൽ മക്കളെ കാര്യമായ ഒഫൻസീവായ സിറ്റുവേഷൻസ് ഉണ്ടാവുന്നു എന്നുള്ളത് മഞ്ജു ചേച്ചിക്കൊന്നും പറയാമോ അതിനെപ്പറ്റി ഒന്ന്? ബഹുമാനം പൊതുവെ ടോയ്ലറ്റിന് പ്രായം ചെന്നവരെ കാണുമ്പോഴും തന്നെ ബലഹീനരായിട്ടുള്ള ആളുകളെ കാണുമ്പോൾ പോലും അവരുടെ പ്രായത്തെ മാനിച്ച് ബഹുമാനിക്കുന്ന ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. എന്നെ ഒത്തിരി സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മക്കളും പ്രായമുള്ളവരെ കാണുമ്പോഴൊക്കെ അവർ ബഹുമാനിക്കുന്ന കണ്ടിട്ട് എനിക്ക് ഒത്തിരി സന്തോഷം തോന്നിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മൂത്ത മോളെ ധ്യാനത്തിന് വിടാൻ വേണ്ടിയിട്ട് പോയപ്പോഴത്തേക്കും രണ്ടാമത്തോൾ ആണ് അതിൻ്റെ ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം അവൾ വരാൻ കുറച്ച് ലേറ്റായി. അപ്പോൾ ഞാൻ ചോദിച്ചു നീ എത്ര നേരമായിട്ട് ഞങ്ങളിവിടെ നോക്കിയിരിക്കുന്നു, നീ ഇവിടെ എവിടെ ആയിരുന്നു എന്ന് ചോദിച്ചു. ഇച്ചിരി ദേഷ്യത്തിൽ. അപ്പോൾ അവൾ പറഞ്ഞു അമ്മ അത് 2 അമ്മച്ചിമാരവിടെ ഉണ്ടായിരുന്നു, അവർക്ക് എഴുതാൻ അറിയത്തില്ല, അപ്പോൾ ഞാൻ അവർക്ക് എഴുതി കൊടുക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. അപ്പോൾ അതുപോലെ തന്നെ അവൾ ചില ദിവസം ഞങ്ങൾ പഴയൊരു ഫ്ലാറ്റിൽ താമസിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും അവൾ എന്തെങ്കിലും സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് കട വിട്ട് കഴിഞ്ഞാൽ അവൾ പോകുമ്പോൾ ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കും അവിടെ, അവൾ പോയിട്ട് തിരിച്ചു വരുന്നതിനും വരെ. അപ്പോൾ ഒരു ദിവസം ലേറ്റായി. അപ്പോൾ ചോദിച്ചു നീ എന്നാ ലേറ്റ് ആയെന്ന് ചോദിച്ചു. പറഞ്ഞു അതെ അപ്പുറത്തെ അമ്മച്ചി എൻ്റെ അടുത്ത് പാല് മേടിക്കാൻ പൈസ തന്നായിരുന്നു, അപ്പോൾ ഞാനത് മേടിച്ചു കൊടുത്താ എന്ന് അങ്ങനെ പറഞ്ഞു. അപ്പം എനിക്ക് ഉള്ളിൽ അത് സന്തോഷം തോന്നിയെങ്കിലും ഞാനതിനെ അങ്ങനെ പ്രൊമോട്ട് ചെയ്തില്ല. എങ്കിലും അതുപോലെ തന്നെ വൈദികരെ പറ്റിയും സന്യാസിനികളെ പറ്റിയൊന്നും ഒരിക്കലും ഞങ്ങൾ വീട്ടിൽ കുറ്റം പറയാറില്ല. ഇത് വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഞാനൊരു വൈദികനായതുകൊണ്ട് എല്ലാ അച്ഛന്മാരെയും ബിഷപ്പുമാരെയും ഒന്നും അങ്ങ് സംരക്ഷിക്കാൻ വേണ്ടി പറയുന്നതല്ല. എങ്കിലും എനിക്കൊന്ന് നമ്മൾ സഭയോടും വൈദികരോടൊക്കെ ഒരു എക്സ്ട്രാ ഓർഡിനറി ബഹുമാനം കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്നത് വീട്ടിൽ മാതാപിതാക്കൾ സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് കണ്ടിരിക്കുന്ന എല്ലാ മാതാപിതാക്കളോടുമുള്ള ഒരു ചെറിയൊരു യാചന കൂടിയാണിത്. ദയവ് ചെയ്ത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയ മാതാപിതാക്കളോ സന്യസ്തരോ അല്ലെങ്കിൽ സഭാപിതാക്കന്മാരൊക്കെ കാണും. പക്ഷേ അവരെ പറ്റിയുള്ള കുറവുകളൊന്നും, പ്രത്യേകിച്ച് ഉണ്ടായ സ്കാൻഡൽ സിറ്റുവേഷൻ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് അതൊന്നും വീട്ടിൽ വെച്ച് ദയവ് ചെയ്ത് കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വെച്ച് ഡിസ്കസ് ചെയ്ത് അവരെ താറടിച്ച് കാണിക്കാൻ ശ്രമിക്കരുത്. കാരണം കുറവുകളില്ലാത്ത മനുഷ്യരൊന്നുമില്ല. അവരുടെ കുറവുകളെപ്പറ്റി അവരോട് സംസാരിക്കുകയും ചെയ്യണം. പക്ഷേ വീട്ടിൽ നിന്ന് സംസാരിക്കുമ്പോൾ അത് നമ്മൾ ആഗ്രഹിക്കുന്ന ഇഫക്റ്റിനേക്കാളും ഒത്തിരി മോശമായ സാഹചര്യം സിസ്റ്റർമാരെയും കാണുമ്പം ദൈവത്തിനെ കാണുന്ന പോലെയാ. കാരണം നമ്മുടെ വടകരയില ഞങ്ങൾ താമസിക്കുന്നത്, അവിടെ പൊതുവെ മഠങ്ങളൊക്കെ കുറവാണ്. അപ്പം ഇവരിങ്ങനെ സിസ്റ്റർ ഇതൊരു സിസ്റ്റർ പോകുന്നമ്മേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ടാറ്റയൊക്കെ കൊടുക്കും. എന്ന് വെച്ചാൽ അവർക്ക് ഞങ്ങൾ ഒരിക്കലും കുറ്റം പറയാറില്ല. വൈദികരുടെയും സിസ്റ്റേഴ്സിനെ കുറ്റം ഞങ്ങൾ വീട്ടിൽ ഡിസ്കസ് ചെയ്യാറേ ഇല്ല. ദൈവവിളി കുറയുന്നതിന് ഒരു കാരണം അതായിരിക്കും. പ്രധാനപ്പെട്ട കാരണം അത് തന്നെയാണ്. ഒരു കാരണമല്ല, പ്രധാനപ്പെട്ട കാരണം അത് തന്നെയാണ്. മക്കൾക്ക് കൊതിപ്പിക്കുന്ന രീതിയിൽ മാതാപിതാക്കളിൽ നിന്നും അങ്ങനെ ഒരു പ്രോത്സാഹനം ഒരു ഏറ്റവും വലിയ കാരണം ഞാൻ പറയുന്നില്ല, ഒരു പ്രധാനപ്പെട്ട കാരണം അതാണ്. ഞാൻ സാറിനൊന്ന് ചോദിച്ചോട്ടെ. സാർ ഇപ്പോൾ ഉറപ്പായിട്ടും സാറിൻ്റെ ചില പ്രവൃത്തികൾ ചേച്ചിക്ക് മക്കളിൽ ബഹുമാനം ജനിപ്പിക്കാനായിട്ട് വലിയ കാരണമായി തോന്നി. അതുപോലെ തിരിച്ചും അതുപോലെ തന്നെ മാതാപിതാക്കളിൽ നിന്നോ അല്ലെങ്കിൽ പ്രൊഫഷനിൽ നിന്നൊക്കെ അങ്ങനത്തെ ഒരു സാഹചര്യം ബഹുമാനം കൊടുക്കേണ്ടതായ ചില സാഹചര്യങ്ങളൊക്കെ രൂപപ്പെടുത്താനായിട്ട്. അതായത് എൻ്റെ അടിസ്ഥാനം എൻ്റെ കുടുംബത്തിൽ നിന്ന് തന്നെയാണ്. എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചിരിക്കുന്നത് എല്ലാവരും ബഹുമാനിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പാഠമാണ് നമുക്ക് ചെറുപ്പത്തിലേ കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ നാച്ചുറലി നമ്മൾ അങ്ങനെയാണ്. അത് ഇന്നും അങ്ങനെ തന്നെ. കുരിശുവര കഴിഞ്ഞാലും നമ്മൾ ചെന്ന് സ്തുതി കൊടുക്കുന്നു. അപ്പൻ ഇപ്പോഴും ഉമ്മ കൊടുക്കും, അമ്മക്കും ഉമ്മ കൊടുക്കും. അത് ഞങ്ങളെല്ലാവരും അങ്ങനെ തന്നെ നിരന്ന് നിൽക്കും ഒരു ലൈൻ പോലെ. ആദ്യം പപ്പ, മമ്മി, ഞാൻ പുറകെ വരും, മൂത്ത മരുമോള് ഞാനാ. വലിയ നിരയുണ്ടല്ലോ, 5 വലിയ നിരയുണ്ട്, മക്കള് കൊച്ചുമക്കളെല്ലാം കൂടെ ആയിട്ട് വലിയ നിര. അത് കഴിയുമ്പോ തന്നെ നമ്മള് ഒരു ഐസ് ബ്രേക്കിംഗ് പോലെയാ. അത് കഴിയുമ്പോ ഭയങ്കര ഒരു അനുഭവമാണ്. അപ്പനിപ്പോ 77 വയസ്സായി, ഇപ്പോഴും ഞാൻ ഉമ്മ കൊടുക്കും. അത് കഴിഞ്ഞ് അപ്പനാണെങ്കിലും അമ്മക്ക് ഇപ്പൊ ഉമ്മ കൊടുക്കും. അതിപ്പോൾ അടുത്ത് തുടങ്ങി. അപ്പം ഞങ്ങളത് കണ്ട് ഞങ്ങളും ഫോളോ ചെയ്യുന്നു. അതുപോലെ തന്നെ ഇപ്പം നമ്മളിപ്പോൾ അപ്പൻ്റെ കാലിൽ വീഴാനും 47ാമത്തെ വയസ്സിൽ ഞാൻ അപ്പൻ്റെ കാലിൽ വീണിട്ടുണ്ട്. എന്തെങ്കിലും തെറ്റുകൾ അറിയാതെ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ധ്യാനമൊക്കെ കൂടി വന്നു കഴിഞ്ഞപ്പോൾ ഉടനെ വീണു, ഉടനെ അപ്പനെ അനുഗ്രഹിച്ചു. അപ്പോൾ അതിനൊക്കെ വലിയൊരു വില ഞാൻ കൽപ്പിക്കുന്നു. കുഞ്ഞുങ്ങളിൽ എന്തോ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. എൻ്റെ അപ്പൻ അതൊരു ഡോക്ടറായ അപ്പൻ, 5 മക്കളുടെ അപ്പൻ,
അദ്ദേഹത്തിന്റെ ഫാദറിന് നമ്മുടെ ഗ്രാൻഡ് പേരൻസിന്റെ കാലിൽ വീണെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് കൊച്ചു കുഞ്ഞുങ്ങളെ എന്തോരം വലിയ ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ട്. ഒരു തലമുറയെ മുഴുവൻ സ്വാധീനിക്കുന്ന വലിയൊരു ചില പ്രവൃത്തികളാണ്. ഒരു ചെറിയൊരു വാക്കിൽ പോലും അവര് മാതാപിതാക്കളുടെ കുറ്റം പറയാൻ പിള്ളേർ സമ്മതിക്കത്തില്ല. കുറ്റം പറയാനല്ല, നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കുറ്റം പറഞ്ഞ് തുടങ്ങുവാണോ എന്നുള്ള ഇതിൽ അവരിങ്ങനെ പറയും, അച്ഛ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛ വലുതാകുമ്പോൾ മക്കൾ ഇങ്ങനെ പറയത്തില്ലേ, ഞങ്ങളിങ്ങനെ പറഞ്ഞ അച്ഛക്ക് ഫീൽ ചെയ്യത്തില്ലേ എന്ന് ചോദിക്കും. അപ്പൊ ടീച്ചർ ഇടി ഞാനിങ്ങനെ കുറ്റമല്ലല്ലോ പറഞ്ഞേ, അങ്ങനെ വരെ പിള്ളേർ നോട്ട് ചെയ്യുന്നുണ്ട്. അവര് നമ്മളുടെ നല്ലൊരു വിധികർത്താക്കളാണ്. തീർച്ചയായിട്ടും. ഞാൻ എൻ്റെ മൂത്ത മകളൊരു കന്യാസ്ത്രീയാണ്. ഞാൻ ചേച്ചിയുടെ കൂടെ, ചേച്ചി കേരളത്തിന് പുറത്തായിരുന്നു. അപ്പോഴത്തേക്ക് തിരിച്ചു വരുമ്പോഴത്തേക്ക് വല്ലപ്പോഴെങ്കിലും ഓട്ടോയിലും ബസ്സിലൊക്കെ ഒരുമിച്ച് യാത്ര ചെയ്തപ്പോൾ ചേച്ചി എന്നെ പഠിപ്പിച്ച വലിയൊരു കാര്യമുണ്ട്. ചേച്ചി ഓട്ടോയിൽ കയറി കഴിഞ്ഞാൽ ഓട്ടോ ഡ്രൈവറെ വിളിക്കുന്നത് സാർ, ബസ്സിൽ കയറി കഴിഞ്ഞാൽ കണ്ടക്ടർ, നമുക്ക് ഇവരൊക്കെ പുച്ഛാണല്ലോ. പ്രത്യേകിച്ച് നമ്മൾ ST ഒക്കെ എടുത്ത് പിന്നെ സ്കൂളിൽ പോയിക്കൊണ്ടുകൊണ്ട് ഇവന്മാർ നമ്മൾ ഇറക്കിയൊക്കെ വിട്ടുകൊണ്ട് നമുക്ക് കണ്ടക്ടർമാരെ കാണുമ്പോഴേ പുച്ഛാണ്. അവരെയൊക്കെ സാറെന്ന് ബഹുമാനത്തോടെ. എന്താ ഗുണമെന്നറിയാമോ? നമ്മൾ ഗീവ് റെസ്പെക്ട് ഗെറ്റ് റെസ്പെക്ട് എന്ന് പറഞ്ഞ പോലെ എവിടെ പറയുന്നു അവിടെ ഇറക്കി കൊടുക്കും. പക്ഷേ അതുകൊണ്ട് ഞാൻ പിന്നീട് അത് കേട്ട് പഠിച്ചു. ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമുക്ക് സാറെന്നൊക്കെ ഒന്ന് വിളിക്കാനും, അല്ലെങ്കിൽ ചേച്ചി ഒരു പ്രിൻസിപ്പൾ, സ്കൂളിലെ പ്രിൻസിപ്പളാണ്, അത്രയും മുതിർന്നൊരു പൊസിഷനിൽ ഇരിക്കുന്ന ആൾ ഇത്രയും കാര്യമായിട്ട് ചെയ്യുമ്പോൾ എനിക്കത് ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരുന്നു. ചോദിച്ചോട്ടെ, എനിക്ക് ഈ ഒരു കാര്യം ചോദിച്ചോട് ചോദിക്കാനുണ്ട്. ഈ ഒരു ആസ്പെക്റ്റ്, അതായത് നമ്മൾ ചില സദ്മാതൃകകൾ കൊടുത്തും, അല്ലെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ താഴ്ന്ന ആൾക്കാർ, നമ്മുടെ വീട്ടിലൊക്കെയുള്ള ജോലിക്കാരെ, അങ്ങനത്തെ ഒരു പൊട്ട കൾച്ചർ നമ്മുടെ നാട്ടിലുണ്ട്. നമ്മുടെ വീട്ടിൽ ജോലിക്കാരെയൊക്കെ നമ്മൾ അപ്പാപ്പന്മാർ പേര് വിളിക്കുന്നത് കേൾക്കുന്നു, ട്രേസി എന്നോ അല്ലെങ്കിൽ സരള എന്നൊക്കെ വിളിക്കുന്നത് കേൾക്കുന്നു. കൊച്ചു മക്കൾ, ഞാൻ കേട്ടിട്ടുണ്ട് ചില കൊച്ചു മക്കളോട് അവരെ പേരാണ് വിളിക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ സ്കൂളുകളിലെ നോൺ ടീച്ചിങ് സ്റ്റാഫിനെ, ടീച്ചേഴ്സിനെ ബഹുമാനിക്കും, കാരണം എല്ലാം മാർക്ക് കുറയും, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ആളെ വിളിക്കും. പക്ഷേ പാവപ്പെട്ട നോൺ ടീച്ചിങ് സ്റ്റാഫിനെയൊക്കെ ബഹുമാനിക്കുന്ന കാര്യം, ഇതുപോലത്തെ കാര്യങ്ങളിൽ ജോർജ് ചേട്ടൻ എന്താ? തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു അച്ഛൻ വളരെ നല്ലൊരു പോയിന്റ് കൊടുത്തു. നമ്മൾ വീടുകളിൽ ഒരുപക്ഷെ മാതാപിതാക്കളെയൊക്കെ മാനിക്കുന്നുണ്ടാവാം, അതിന് പല പല കാര്യങ്ങളും ഉണ്ടാകാം. പക്ഷെ ഇതുപോലെയുള്ളൊരു വ്യക്തികളുമായിട്ടുള്ള ബന്ധത്തിൽ ഇവിടെയാണ് കുട്ടികളെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ പറയുകയാണ്, ഇപ്പം അച്ഛൻ പറഞ്ഞതുപോലെ, ഇപ്പം എൻ്റെ കുഞ്ഞ് 60 വയസ്സുള്ള ചേച്ചിയെ സരളയെന്ന് വിളിക്കുമ്പോൾ എനിക്കൊരു ഞെട്ടലുണ്ടായി. ആ ഞെട്ടലിന് കാരണം ഇത്രയും ഇത് കൊച്ചു വിളിച്ചല്ലോ. എനിക്ക് ഉടനെ ചെയ്യാവുന്നൊരു കാര്യം അവിടെ വെച്ചിട്ട് അങ്ങനെ വിളിക്കരുത്, ഇത്രയും പ്രായമുള്ള ആളിലെ സരളയമ്മച്ചിന്നോ ആൻറ്റിന്നോ അങ്ങനെ ഒരു അപ്രോപ്രിയേറ്റ് ആയിട്ടൊരു വാക്ക് ഉപയോഗിക്കണമെന്നൊക്കെ എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. പക്ഷേ അതിനു മുമ്പ് അത് പറഞ്ഞു കൊടുത്തിട്ടാണെങ്കിലും ഏറ്റവും ആദ്യം ഞാൻ ചെയ്യേണ്ട കാര്യം, എന്നേക്കാൾ പ്രായമുണ്ട് സരള ചേച്ചിക്കെങ്കിൽ ഞാൻ സരള ചേച്ചിയെന്ന് ഞാനൊന്ന് വിളിക്കുക എന്നുള്ളത് പ്രധാനമാണ്. തീർച്ചയായിട്ടും ഞാൻ സരള ചേച്ചി എന്ന് വിളിക്കുന്ന ആളിനെ എൻ്റെ കൊച്ച് സരളയെന്ന് വിളിക്കുകയല്ല. കറക്റ്റ്. അത് ഉറപ്പുള്ള കാര്യം പറ്റത്തില്ലല്ലോ. ഇല്ല, ഇത് വീട്ടിലെ ഇത് കണ്ടിട്ടാവുന്ന ആ കൊച്ചു സ്കൂളിൽ ഉച്ചയ്ക്ക് ചോറ് വെക്കുന്ന, അല്ലെങ്കിൽ ഒരു പക്ഷേ അവിടെ തൂത്തുവാരുന്ന ഒരു അമ്മച്ചിയെ കാണും. ചിലപ്പോൾ അവർ ചട്ടയും മുണ്ട് കൊടുക്കാൻ മാത്രം പ്രായമുള്ളവരായിരിക്കും, അത്രയും പഴയ തലമുറ. അവരെക്കുറിച്ച് അമ്മച്ചി, ഞങ്ങളുടെ സ്കൂളിൽ തൂത്തുവാരുന്ന അമ്മച്ചി. ഞാൻ എൻ്റെ പിള്ളേരങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അമ്മച്ചി, കൊച്ചമ്മ, ഇങ്ങനെ മറ്റേ ടീച്ചേഴ്സ്, അത് മാഡമായിരിക്കും, മാമായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പല പല പേരുകൾ പണി കിട്ടും. അത് കറക്റ്റ്. പക്ഷെ ഈ പറഞ്ഞ നോൺ ടീച്ചിങ് സ്റ്റാഫ് അല്ലെങ്കിൽ ഈ പറഞ്ഞ തൂത്തുവാരുന്ന അവരെക്കുറിച്ച് അവർ അമ്മച്ചി, ചേച്ചി, ഇങ്ങനെയൊക്കെ ഉള്ള പേരുകൾ അവർ ചേർത്ത് പറയും. പിന്നെ ഇപ്പം നമ്മൾ സമൂഹത്തിൽ കാണുന്നത് ബഹുമാനിക്കുന്ന ഒരു ബലഹീനതയായിട്ടാണ്. അപ്പം ഞാൻ സമൂഹത്തിൽ കൂടുതൽ ബഹുമാനം കൊടുക്കുന്ന കൂട്ടത്തിലാണെന്നുകൊണ്ട് തന്നെ എല്ലാവരും ഇയാളൊരു ബലഹീനനാണോ എന്നുള്ള ഒരു സംശയം പോലെയാണ്. കാരണം നമ്മുടെ ഇപ്പോൾ ഈ ചേട്ടൻ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ഒരു ഗസറ്റഡ് ഉദ്യോഗസ്ഥനാണ്, ആ റാങ്കിലുള്ള ആളാണ്. ഏറ്റവും താഴെയുള്ള സ്വീപ്പർ വരെയുണ്ട്. പക്ഷേ ആ സ്വീപ്പറിൻ്റെ പ്രായത്തെ ഞാൻ ബഹുമാനിക്കാറുണ്ട്. പക്ഷെ അത് പലരും അതൊരു ബലഹീനതയായിട്ടാണ്. ഗവൺമെൻറ് സർവീസിലൊക്കെ നമ്മളെല്ലാ സ്റ്റാഫുമായിട്ട് ആ ഒരു ബഹുമാനം കാണിക്കുമ്പോൾ അത് ഈ ഡോക്ടർ അപ്പം വളരെ സാധുവാണ് അല്ലേ? തിരുവചനം എത്ര കൃത്യമായിട്ട് പൗലോസ് പറയുന്നത്, മറ്റുള്ളവരെ ബഹുമാനിക്കുന്നതിൽ നിങ്ങൾ പരസ്പരം മത്സരിക്കുമെന്ന് പറയുന്നത്. അതായത് കോണ്ടക്സ്റ്റ് കൂടി നോക്കണം. എല്ലാ ലെവലിൽപ്പെട്ട ആൾക്കാരും പുതിയ കത്തോലിക്ക സഭയിലേക്ക് വന്നു ചേർന്ന് ഏറ്റവും ഉന്നതരും ഏറ്റവും ചെറിയവർ, അടിമകൾ പോലും വന്നു ചേർന്ന കാലഘട്ടത്തിലാണ് ഇതേ സാഹചര്യത്തിൽ പൗലോസ് പറയുന്നത് മറ്റുള്ളവരെ ബഹുമാനിക്കുന്നതിൽ നിങ്ങൾ മത്സരിക്കുവിൻ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമുക്കിപ്പോൾ സ്വാഭാവികമായി ഉണ്ടായിരുന്ന വികാരങ്ങളുണ്ടല്ലോ, വിശക്കുക, അല്ലെങ്കിൽ നമ്മൾ അതിൽ ഓടുക, ചാടുക, അതുപോലെയൊക്കെയുള്ള ഒരു സ്വാഭാവിക വികാരമല്ലല്ലോ ബഹുമാനിക്കുക എന്നുള്ളത്. ഇത് നർച്ചർ ചെയ്യേണ്ട സാധനം. കൃത്യമായിട്ട് നമ്മൾ ബോധപൂർവം തന്നെ കുടുംബങ്ങളിൽ നർച്ചർ ചെയ്യേണ്ട കാര്യമാണ്. അതിനുള്ള ശ്രമങ്ങൾ ജോർജ് ചേട്ടൻ അങ്ങനെ എന്തെങ്കിലും ടിപ്സായിട്ട് പറയാനുണ്ടോ? ഇങ്ങനെ ടിപ്സായിട്ട് പറയല്ലേ, നമ്മളിപ്പോൾ പറയാറുണ്ട് ദൈവവിശ്വാസമില്ല, ദൈവത്തെ പള്ളിയിൽ പോകുന്നില്ല, അതൊക്കെ പിള്ളേർക്ക് എതിരെ നമ്മൾ ഉന്നയിക്കാറുള്ള ആരോപണം. പക്ഷെ ചിലപ്പം
അപ്പനെ ബഹുമാനിക്കുന്നില്ലായിരിക്കാം ഇവൻ. അപ്പനെ ബഹുമാനിക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തെ ബഹുമാനിക്കാനാവില്ല. കറക്റ്റ്. ദൈവത്തെ മാത്രം ബഹുമാനിക്കണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമൊന്നുമല്ല. അത് ഇതൊരു ശ്രേണിയാണ്, അതൊരു മഹാകളത്ര. അല്ലെങ്കിൽ ദൈവത്തെ ഭയപ്പെടും, ഇല്ലെങ്കിൽ ഗൗരീസ് ഉണ്ണിയാളൻ പാമ്പിനെ വിടുമെന്ന് പറയുന്നത് പോലെ ദൈവം എന്തെങ്കിലും അത് ബഹുമാനം, അത് ബഹുമാനമാവത്തില്ല, അത് ഭയമാണ്. വാസ്തവത്തിൽ എനിക്ക് തോന്നുന്നു അപ്പനോടും അമ്മയോടും ഒക്കെ തോന്നേണ്ട ബഹുമാനമെന്ന് എനിക്ക് തോന്നുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വിഷമം ഉണ്ടാവും. അമ്മ വിഷമിക്കുമല്ലോ എന്നോർത്ത് ഞാനത് ചെയ്തില്ല. അമ്മയോടുള്ള ബഹുമാനം ആ സ്നേഹവുമായിട്ട് ബന്ധപ്പെട്ട അപ്പനെ വിഷമിപ്പിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. അത് സംഭവിച്ചിട്ടുണ്ട്. എന്താ ചിലപ്പോൾ എക്സ്കർഷന് സ്കൂളിൽ നിന്ന് പോകുന്നുണ്ടെന്നുള്ള വിവരം ചിലപ്പോൾ എൻ്റെ മക്കൾ വീട്ടിൽ വന്ന് അനൗൺസ് ചെയ്യാറില്ല. കാരണം അവരല്ലാത്തൊരു അന്തരീക്ഷത്തിൽ അപ്പനിപ്പോൾ ഒരു ക്രൈസിസിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ ഈ എക്സ്കർഷനൂടെ പറഞ്ഞ് അതിനെ അതെന്തോരം മക്കൾക്കത് ഹൃദയത്തിൽ നമ്മൾ അറിയുമ്പം നമുക്കുണ്ടാകുന്ന വികാരം എന്താണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു സ്നേഹത്തിൻ്റെ അന്തരീക്ഷത്തിൽ അങ്ങനെ വരാമെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ദൈവത്തോടുള്ള ബഹുമാനവും വൈദികരുള്ള ബഹുമാനം ഇതെല്ലാം ബന്ധപ്പെട്ടു പോകുന്നു. വൈദികരോടുള്ള ബഹുമാനം ദൈവത്തോടുള്ള ബഹുമാനത്തെ ബാധിക്കുന്നു, ദൈവത്തോടുള്ള ബഹുമാനം തിരിച്ച് വൈദികരോടുള്ള ബഹുമാനത്തെ ബാധിക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഒരു ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. നമുക്കിത് ഏതെങ്കിലും ഒരെണ്ണം വൈദികരെ ബഹുമാനിച്ചോണം കേട്ടോ, ഇല്ലെങ്കിൽ ശാപമാ, വൈദികരുടെ ശാപം കിട്ടിയാൽ കണ്ണീര് വീണാൽ മുടിഞ്ഞു പോകും കേട്ടോ. ഇതൊന്നും പറഞ്ഞിട്ട് വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വൈദികർ മാത്രമല്ല ബഹുമാനം അറിയിക്കുന്നവർ, അതൊരു ശ്രേണിയാണ്. അതിന് സാറ് പറഞ്ഞ പോലെ പ്രായത്തിൻ്റെ ഒരു ശ്രേണിയുണ്ട്, അധികാര സ്ഥാനങ്ങളുടെ ഒരു ശ്രേണിയുണ്ട്, പല പല ശ്രേണിയുണ്ട്. അതിനകത്ത് വൈദികരുണ്ട്, കന്യാസ്ത്രീകളുണ്ട്, ബിഷപ്പ്മാരുണ്ട്, മാർപ്പാപ്പയുണ്ട്. ഓരോരുത്തർക്കും അർഹമായ ഓരോ സീറ്റുണ്ട്. ആ ശ്രേണിയിലേക്ക് ഇവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് വാസ്തവത്തിൽ ചെയ്യേണ്ടത്. ഇവരെ എല്ലാവരെയും നമ്മൾ മാനിക്കേണ്ടതാണ്, അല്ലാതെ സെപ്പറേറ്റ് ചെയ്ത് അത് വേലക്കാരിയല്ലേ, അവൾക്കിപ്പോൾ 10 വയസ്സ് കൂടുതലുണ്ടെങ്കിൽ പേര് വിളിക്കുന്നതിനകത്ത് കുഴപ്പമൊന്നുമില്ല എന്നൊരു ആറ്റിറ്റ്യൂഡ് നമുക്കുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റുകയില്ല ഇത് നിൻ്റെ ചേച്ചിയെന്ന് വിളിക്കുന്നത്. ഇപ്പോൾ വാസ്തവം നമ്മുടെ വീടുകളിൽ അതും നഷ്ടപ്പെട്ടു പോയി. പിള്ളേരുടെ എണ്ണം കുറഞ്ഞ കൂട്ടത്തിൽ 2 പേരേ ഉള്ളൂ, അതിനകത്തിപ്പോൾ എന്തോന്ന് ചേച്ചിയും ചേട്ടനും. അത് വളരെ കൃത്യമാണ്. പണ്ട് വീട്ടിൽ മൂത്തവരാരെങ്കിലും എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കി കുഞ്ഞുങ്ങളെ വേദനിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ പരാതി പറയാൻ ചെല്ലുമ്പോഴത്തേക്ക് അമ്മ പറയും അത് ചേച്ചിയല്ല, വിട്ടുകള, അപ്പൊ ചേച്ചി കൊള്ളാം, ചേച്ചിക്ക് എന്തൊക്കെയോ സംതിങ് നമ്മൾ കൊടുത്തേ പറ്റൂ, ഒരു പ്രയോറിറ്റി കൊടുത്തേ പറ്റൂ, അല്ലെങ്കിൽ ചേട്ടനല്ലേ, അപ്പോൾ നമുക്ക് അനിയന്മാർ, അപ്പം നമ്മൾ അനിയനല്ലേ എന്നാലും അല്ല തീർച്ചയായിട്ടും അത് തിരിച്ചങ്ങോട്ടും കാണിക്കും ഇങ്ങോട്ടേ. അപ്പോൾ അവനെൻ്റെ അനിയനാണ്, ആ ഒരു വാത്സല്യം, കരുതൽ ബഹുമാനിക്കപ്പെടുമ്പോൾ തീർച്ചയായിട്ടും കരുതലും. ഞാനിപ്പോൾ 4 പിള്ളേരെ വളർത്തിക്കൊണ്ട് വന്നപ്പം എനിക്ക് പറയാൻ പറ്റും, ഈ നീ ചേച്ചിയാണ്, അത് തീർച്ചയായിട്ടും ഒരു റെസ്പെക്റ്റിൻ്റെയാണ്. മറ്റുള്ളവരും കേൾക്കുക പറയുന്നത് അവൾ ചേച്ചിയാണ്, നീ ചേച്ചിയാണ്, ഇതൊരു റെസ്പോൺസിബിലിറ്റിയും കൂടെയാണ്. നീ ചേച്ചിയാണ്, യു ആർ റെസ്പോൺസിബിൾ ഫോർ ദ അതേഴ്സ്. മറ്റുള്ളവരെ സംരക്ഷിക്കാൻ റോഡ് ക്രോസ് ചെയ്യാൻ നേരത്ത് നീ എന്തി അവളെ കൈ പിടിച്ചുകൊണ്ട് വരാഞ്ഞേ, നീ ചേച്ചിയല്ലേ. അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ നീ ചേച്ചിയാകുന്നില്ല. അങ്ങനെ കൈ പിടിച്ചുകൊണ്ട് വരുന്ന ആളിനെ ഞാൻ ചേച്ചി എന്ന് വിളിക്കുകയും ചെയ്യും. ഓക്കെ, അതാണ് തിരുവനന്തപുരത്ത് ഈശോ കൃത്യമായിട്ട് പറയുന്നല്ലോ, മറ്റുള്ളവർ നിങ്ങൾക്ക് എന്തൊക്കെ തരണം എന്ന് ആഗ്രഹിക്കുന്നു അതൊക്കെ അങ്ങോട്ട് കൃത്യമായിട്ട് കൊടുക്കുക, അപ്പോൾ നമുക്കതെല്ലാം ഇങ്ങോട്ടും കിട്ടും. അതെനിക്ക് തോന്നുന്നു ബഹുമാനത്തിൻ്റെ കാര്യത്തിൽ അച്ചട്ടായ തിരുവചനം അത്. മറ്റുള്ളവർ നമുക്ക് ബഹുമാനത്തിനെ ആഗ്രഹിക്കുന്നുണ്ടോ നമ്മൾ 10 മടങ്ങായിട്ട് അങ്ങോട്ട് കൊടുക്കുക, അപ്പോൾ അതിൻ്റെ പലിശയോട് കൂട്ടി ഇങ്ങോട്ട് തിരിച്ചു കിട്ടും. ഒരിക്കലും ഞാനൊരു വീട് സന്ദർശിക്കാൻ പോയപ്പോൾ സുഹൃത്തിൻ്റെ വീട് ആത്മീയ മേഖലയിൽ നന്നായിട്ട് ഉയർന്നു നിൽക്കുന്ന സുഹൃത്താണ്. അപ്പോൾ അവരുടെ വീട്ടിൽ എല്ലാ ദിവസവും അവർ വൈകുന്നേരങ്ങളിൽ ജപമാല ഒരുമിച്ചാണ്. അവർ പറയുന്ന കുരിശുമണി അടിക്കുന്നൊരു സമയമുണ്ടെങ്കിൽ വീട്ടിലെല്ലാവരും പ്രസൻറ്റ് അല്ലെങ്കിൽ പോലും അവർ കർത്താനമാറ ചൊല്ലി ജപമാലയിൽ തുടങ്ങി. അതുകൊണ്ട് ജപമാല ഒരിക്കലും മുടങ്ങത്തില്ല. വീട്ടിൽ 1 or 2 ഉള്ളെങ്കിൽ പോലും അവരെല്ലാവരും ചൊല്ലിയിരിക്കും. അപ്പോൾ ഇവർ ഞായറാഴ്ച ജപമാല സംതിങ് സ്പെഷ്യൽ. ഞായറാഴ്ച ജപമാലയ്ക്ക് അപ്പന് ജോലിയില്ല, മക്കളെല്ലാവരും വീട്ടിൽ കാണും. അതുകൊണ്ട് തന്നെ ഞായറാഴ്ച ജപമാല വിരിച്ച് നേരത്തെയാണ്. ജപമാല സാധാരണ തുടങ്ങും, പക്ഷേ അന്ന് ഇരിക്കുന്ന സ്ഥലം വെച്ച് വ്യത്യാസമുണ്ട്. സാധാരണ ഗതിക്ക് അവർ രൂപത്തിങ്കിൽ പോയിരിക്കുന്നെങ്കിൽ ഞായറാഴ്ച ജപമാലയ്ക്ക് അവർ ഊട്ടുമേശ തന്നെ ഇരിക്കും. ഊട്ടുമേശ ഇരുന്നിട്ട് ഇവരെല്ലാവരും കൂടി ആദ്യം ഓരോ ജപമാല രഹസ്യങ്ങൾക്ക് വീതിച്ചൊക്കെ കൊടുത്ത് ചൊല്ലി കഴിയുമ്പോൾ മനോഹരമായ ഒരു കലാരൂപമുണ്ട്. അപ്പനും അമ്മയും മക്കളും ചേർന്നൊരു തുറന്ന സംസാരം, ഒരു ഓപ്പൺ ഡിസ്കഷൻ, ഈ കഴിഞ്ഞ ഒരാഴ്ച സംഭവിച്ച കാര്യങ്ങൾ. അപ്പോൾ മക്കൾക്ക് അപ്പനെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. അപ്പൻ ചെയ്തത് ശരിയായില്ല, ഇന്ന കാര്യങ്ങളിൽ മക്കളായി ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ അപ്പൻ ഇന്ന കാര്യം വളരെ മനോഹരമായി. അപ്പോൾ അപ്പനും തിരിച്ച് മക്കളോടും അല്ലെങ്കിൽ അമ്മയോടൊക്കെ പറയാനുള്ള ഭയങ്കര സ്വാതന്ത്ര്യം. എന്നിട്ട് ഈ മക്കൾ എന്നോട് പറഞ്ഞതാണ്, അച്ഛൻ ഞായറാഴ്ച ആകാൻ വേണ്ടി ഞങ്ങൾ നോക്കിയിരിക്കുന്നത്. കാരണം ആ ഞായറാഴ്ച ജപമാലയെല്ലാം ഭയങ്കര സന്തോഷം. അത് കഴിഞ്ഞ് എത്ര മനോഹരമായ ഡിസ്കഷനാണ്. ഇത് തന്നെ ഈശോ കാണിച്ചു തന്നത്. ഈശോ ശിഷ്യന്മാരെ കൂടെ കൊണ്ടു നടന്ന് എല്ലായിടത്തും കൊണ്ടു നടന്ന് ഈശോ ചോദിച്ചു, മറ്റുള്ളവർ എന്നെപ്പറ്റി എന്ത് പറയുന്നു, നിങ്ങൾ എന്നെപ്പറ്റി എന്ത് പറയുന്നു? ഇത് ചോദിക്കാൻ എന്ത് ധൈര്യം വേണം?
നമ്മളെപ്പറ്റി അതായത് എനിക്ക് ബഹുമാനിക്കപ്പെടാനോ അല്ലെങ്കിൽ ആദരിക്കപ്പെടാനോ എന്തെങ്കിലും ഉണ്ട് എന്ന് അവകാശപ്പെടാൻ സാധിക്കണമെങ്കിൽ എനിക്ക് എന്നാൽ മാത്രമേ എനിക്ക് ചോദിക്കാൻ ധൈര്യം വരത്തുള്ളൂ. കാരണം ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ മാത്രം. ഇത് നമ്മുടെ കുടുംബങ്ങൾക്കുള്ള വലിയൊരു പാഠം കൂടിയാണ്. ഈ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു തിന്മയെന്നൊക്കെ തന്നെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ബഹുമാനവും ആദരവൊക്കെ കുറഞ്ഞു പോകുന്ന ഇത് മീഡിയയിലൊക്കെ ഇതുപോലെ തന്നെയൊക്കെ ചിത്രീകരിക്കുന്ന ഒരു സമയത്ത് ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. ചെറുപ്പക്കാരെ മാറ്റി നിർത്തി നിങ്ങളൊക്കെ വഷളന്മാരാണെന്നോ ഈ തലമുറ മുഴുവൻ എല്ലാം നെഗറ്റീവ് ഹീറോയിസമാണെന്നൊന്നും പറയുന്നില്ല. നമ്മുടെ ഒരു മൊത്തത്തിലുള്ള ഒരു ചെറിയ വീഴ്ച, അതെല്ലാ തലമുറകളിലും ഈ വീഴ്ച വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കൊരു കൂട്ടായ പരിശ്രമം, പ്രത്യേകിച്ച് കുടുംബത്തിൽ ഒരുമിച്ചെങ്കിലും സംസാരിക്കാൻ, കുടുംബം വേണ്ട സുഹൃത്തുക്കളാവട്ടെ, ഒരുമിച്ച് ചേർന്നൊന്ന് നിങ്ങളുടെ ഒരേ പ്രായത്തിലുള്ളവർ തമ്മിൽ, അല്ലെങ്കിൽ ജോലിസ്ഥലത്ത് എത്ര നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന കാര്യമാണ് ഈഗോയിസം എന്ന് പറയുന്ന സാധനം. അതിൽ തന്നെ തുടച്ചു മാറ്റാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം ജോലിസ്ഥലത്ത് ഒരു മണിക്കൂർ ഇരുന്ന് എല്ലാവരും ഒരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്യുക. നമ്മളെപ്പറ്റി നിങ്ങൾക്കുള്ള അഭിപ്രായം എന്താണ് ചോദിക്കാൻ വലിയ ധൈര്യം വേണം. ഇത് കഴിഞ്ഞിട്ട് വീണ്ടും ഉള്ള ബഹുമാനം കൂടി നഷ്ടപ്പെടുത്തി അടുത്ത മഹാപ്രശ്നങ്ങളിലേക്ക് പോകാനും സാധ്യതയുണ്ട്. കാരണം ഈ പ്രതികരണങ്ങൾ കേട്ട് കഴിയുമ്പോഴത്തേക്ക്. അതുകൊണ്ട് നമുക്കിതൊരു ചെറിയൊരു ആക്ടിവിറ്റി ആയിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കാം. നമ്മുടെ കുടുംബങ്ങളിലൊക്കെ നമുക്കൊന്ന് പരസ്പരം തുറന്ന് സംസാരിക്കാൻ. അപ്പോൾ ബഹുമാനം കിട്ടേണ്ട അല്ലെങ്കിൽ ബഹുമാനം നഷ്ടപ്പെടുന്ന അവസ്ഥകളുണ്ടെങ്കിൽ ഒന്ന് തിരുത്താൻ. പ്രിയപ്പെട്ടവരെ, ഇതൊരു പ്രാർത്ഥനയുടെ കൂടി വിഷയമാക്കാം. ഒരു നിമിഷം നമുക്കൊന്ന് ചേർന്ന് ഈ ഒരു അവസ്ഥയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരു നിമിഷം തമ്പുരാൻ്റെ മുമ്പിൽ നമ്മളെയും നമ്മുടെ കുടുംബത്തെയൊക്കെ കൊടുക്കാം. കുടുംബാംഗങ്ങൾ ഒരുമിച്ചിരുന്ന് ഈ പ്രോഗ്രാം കാണുന്നുണ്ടെങ്കിൽ അവരൊന്ന് അടുത്തിരുന്ന് പരസ്പരം കരങ്ങളൊക്കെ ചേർത്ത് പിടിച്ച് ഒന്ന് പ്രാർത്ഥിക്കട്ടെ. തിരുവചനം പറയുന്നത് പോലെ നിങ്ങൾ ബഹുമാനിക്കുന്നതിൽ, പരസ്പരം ബഹുമാനിക്കുന്നതിൽ മുന്നിട്ട് നിൽക്കുവിൻ. മാതാപിതാക്കളും മക്കളും ഒരുപോലെ പ്രാർത്ഥിക്കട്ടെ, പരസ്പരം ബഹുമാനിക്കാൻ. വീട്ടിൽ പ്രായമായവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഒന്ന് അധികമായിട്ട് പുതിയ തലമുറ പ്രാർത്ഥിക്കട്ടെ. കൊടുക്കേണ്ട ബഹുമാനങ്ങൾ ചിലയിടങ്ങളിൽ കൊടുക്കാൻ ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, എൻ്റെ ബഹുമാനക്കുറവിൻ്റെ പേരിൽ, എൻ്റെ ചില അനുസരണക്കേടിൻ്റെ അഹങ്കാരപൂർണമായ പ്രവൃത്തികളുടെ പേരിൽ മറ്റാരെങ്കിലും മുതിർന്നവർ വിഷമിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, മുറിവേൽക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അധികാരികളാവാം, ടീച്ചേഴ്സ് ആവാം, നമ്മുടെ തന്നെ സഹപ്രവർത്തകരാകാം, ചിലപ്പോൾ നമ്മുടെ മക്കൾ തന്നെയാവാം, നമ്മളെക്കാൾ കീഴുള്ളവരാവാം, ആര് തന്നെ ആവട്ടെ, ഞാൻ ബഹുമാനം കൊടുക്കേണ്ട ചില അവസരങ്ങൾ കൊടുക്കാത്തതിൻ്റെ പേരിൽ മറ്റുള്ളവർ മുറിവേൽക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, തിരിച്ചുമുണ്ടല്ലോ, മറ്റുള്ളവർ എനിക്ക് ബഹുമാനം തരാത്തത് കൊണ്ട് ചില മുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ ഇപ്പോഴും അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ, കർത്താവിൻ്റെ ആ ഒരു സൗഖ്യദായകമായ അനുഭവത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. തമ്പുരാനെ, നീ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകിയിട്ട് പറഞ്ഞല്ലോ, നിങ്ങൾ ഇതുപോലെ ചെയ്യുവിൻ, എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. എത്ര ബഹുമാനപൂർവ്വമാണ് ഗുരുവായ നീ ഏറ്റവും എളിമപ്പെട്ട് അവർക്ക് നീ ആദരവ് കൊടുത്തത്, അവർക്ക് ആ പാദങ്ങൾ കഴുകി ചുംബിച്ചത്. തമ്പുരാനെ, ഒരല്പം കൂടി എളിമപ്പെടാൻ, ഒരല്പം കൂടി കുനിയാൻ, ബഹുമാനം കൊടുക്കാനും അതുവഴി സ്നേഹപൂർവമായ ബഹുമാനം നേടാനും തമ്പുരാനെ ഞങ്ങളത് സഹായിക്കണമേ. സ്വർഗം മുഴുവനുമേ, സകല വിശുദ്ധരെ, മാലാഖമാരെ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം മാധ്യസ്ഥം വഹിക്കണമേ. പരിശുദ്ധ അമ്മേ, മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി ഈ നിമിഷം സ്വർഗത്തിൽ, പ്രത്യേകിച്ച് ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ നീ നിൻ്റെ തിരുക്കുമാരൻ്റെ പക്കൽ ശക്തമായിട്ട് മാധ്യസ്ഥം വഹിക്കണമേ. കുടുംബം ഒരുമിച്ച് നമുക്ക് തലകുമ്പിട്ട് ഈശോ മിശിഹായുടെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും സകല വിശുദ്ധരുടെയും മാധ്യസ്ഥവും നാം എല്ലാവരും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.